നമസ്കാരം. നാളെ നമ്മുടെ കേരളത്തിൽ ഒരു സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. കാരണം നാളെ നമ്മുടെ VDS മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. എന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ VDS. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ അദ്ദേഹത്തിന് വന്നു ഭവിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ധീരമായ പോരാട്ടങ്ങൾ കൊണ്ടും ആണ് നാളെ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അവരുടെ സഹപ്രവർത്തകരായ മുതിർന്ന നേതാക്കളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. കാരണം ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ഹാർഡ് വർക്കിലൂടെയുമാണ് ഈ ഒരു മന്ത്രിസഭ 102 സീറ്റോടുകൂടി വിജയിച്ച് 10 വർഷത്തിന് ശേഷം വിജയിച്ച് ഈ നിലയിലെത്തിയത്. അതിലെല്ലാവരെയും കഠിനാധ്വാനം ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടത് VDSൻ്റെ ആ ധീരമായ പോരാട്ടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്. ആരോടും ഒരിതുമില്ലാതെ, ഒരു ഭയമില്ലാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും. അദ്ദേഹം തുറന്നു പറയും. മറ്റുള്ളവരെല്ലാം അത് മനസ്സിൽ വെക്കുകയും അത് പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യില്ല. അദ്ദേഹം തുറന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമായാലും അദ്ദേഹം ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം തീർച്ചയായും അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതും ഭരിക്കാൻ കഴിയുമെന്നുള്ളതും നമുക്ക് മനസ്സിലാവും. കാരണം മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തു കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സമയം പോലെ അദ്ദേഹം ചെയ്യും. ഇപ്പോൾ ഒരു സംഗതി പറഞ്ഞു, ഒരു മന്ത്രിസഭ അധികാരത്തിലേക്കാതിരുന്നപ്പോൾ ആ 15-ാം തീയതി തന്നെ ബസ്സുകളിൽ കയറി ഇന്ന് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യും എന്ന് പറഞ്ഞ മഹിളാ മോർച്ച. അവർ മനസ്സിലാക്കണ്ടേ, 15-ാം തീയതി എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാതെ ഇത് വല്ലതും നടക്കുമോ? പക്ഷേ അതൊന്നും കാര്യമാക്കാതെ വളരെ തൻ്റെ ഇടത്തോടു കൂടി നിന്ന് ഞങ്ങളുടെ പുതിയ CMന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ ഈ സമയത്ത് പറയാറുള്ളത്. കാരണം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പാണ് അദ്ദേഹം ഇന്ന് ഈ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നത്. മറ്റ് സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം അതിന് മുമ്പാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു തൃപ്തിപ്പെടുത്തേണ്ടവരെല്ലാം തൃപ്തിപ്പെടുത്തി, പോയി കാണേണ്ടവരെല്ലാം പോയി കണ്ട്, അത് ഞാൻ 35 വർഷം കൊണ്ട് UDFൻ്റെ ഒരാളാണ്. UDFനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. നമ്മൾ സ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ UDFനെ വോട്ട് ചെയ്യും. ഞങ്ങളുടെ കുടുംബം മൊത്തം അത് തന്നെ, UDFന് തന്നെ. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുതിർന്ന നേതാക്കന്മാരെയാണ് ആദ്യമായി കാണാൻ പോയത്.
ശ്രീ എ കെ ആൻ്റണി, ശ്രീ വി എൻ സുധീരൻ, ശ്രീ കെ മുരളീധരൻ, ഇവരെയെല്ലാം കാണാൻ പോയി. ശ്രീ കെ സിയെ കാണാൻ പോയി, ശ്രീ ആർ സിയെ കാണാൻ പോയി. അദ്ദേഹം എല്ലാവരെയും വളരെ നല്ല രീതിയിൽ കോർത്തിണക്കാൻ പറ്റിയ കഴിവുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ജനങ്ങൾക്ക് മനസ്സിലായാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രീതി, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ഒരു നായകനാണ് ശ്രീ VDS. അദ്ദേഹം ആ ഒരു കാര്യം കൊണ്ടും, അദ്ദേഹം ആത്മാർത്ഥമായി ജോലിയെടുത്തത് കൊണ്ടും, അദ്ദേഹം മനുഷ്യനെ പരിഗണിക്കുന്ന രീതിയും മാനുഷിക പരിഗണന കൊടുക്കുന്നത് കൊണ്ടും, വർഗീയതയെ പുള്ളി ഇഷ്ടപ്പെടാത്ത ആൾ ആയതുകൊണ്ടും, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്, അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഇനി എത്ര കാലം വേണമെങ്കിലും മുന്നോട്ട് ഭരിച്ചു പോകാം. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു. അദ്ദേഹം നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും അദ്ദേഹത്തിന് ദീർഘായുസ്സിനും ആയുരാരോഗ്യസൗഖ്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.